മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനയുടെ പനിയും വയ്യായൊക്കെ കണ്ടിട്ട് മക്കൾക്ക് ആർക്കും തന്നെ ഒരു സമാധാനവുമില്ല. അവരങ്ങനെ മാറി മാറി അവളുടെ അടുത്ത് വന്നിട്ട് അവളെ ഇങ്ങനെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ വൈജയന്തിക്ക് തീരെങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. താൻ അവിടെ വയ്യാതെ കിടക്കുന്ന സമയത്തിന് ഇവരാരും തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇവൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്നിങ്ങനെ വൈജയന്തി മനസ്സിൽ വിചാരിച്ചിട്ട് കട്ട കലിപ്പിലായിരിക്കും. അലീന അങ്ങോട്ടേക്ക് തളർന്നു വീണപ്പോഴേക്കും അവളെ താങ്ങിപ്പിടിക്കാൻ എത്ര കൈകളാണ് ഓടിയെത്തുന്നത് എന്നൊക്കെ ഓർത്ത് വൈജയന്തിക്ക് ആകങ്ങ് ഭ്രാന്ത് പിടിക്കുകയാണ്. ഇതിനിടയ്ക്ക് മനു എറണാകുളത്തേക്ക് പോവാനിരുന്നതായിരുന്നു. അപ്പോഴാണ് അലീനയുടെ അസുഖ വിവരം അറിയുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ അവൾക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. അവൾക്ക് കുറച്ച് ആശ്വാസമാവട്ടെ എന്നൊക്കെ കരുതി കുറച്ച് നേരം സംസാരിക്കുന്നിരിക്കുമ്പോഴേക്കും സമയം ഒരുപാടങ്ങ് വൈകിപ്പോയി. ഇനി ഏതായാലും വൈകി, എന്നാൽ പിന്നെ എറണാകുളത്തേക്ക് പോവാതെ നേരെ വീട്ടിലേക്ക് തന്നെ പോവാമെന്ന് കരുതി മനു നേരെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അച്ഛൻ ശിവശങ്കര മേനോൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മനുവിനെ കണ്ടപാട് തന്നെ അയാൾ ചോദിച്ചു, അല്ല മനു, നീ പോവാനിറങ്ങിയതായിരുന്നില്ലേ എന്ന്? പിന്നെ എന്താണ് നീ പോവാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മനു മറുപടി നൽകി. അത് പിന്നെ അലീനയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു, അവൾക്ക് നല്ല പനിയായിരുന്നു വച്ചാൽ. അവൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും അവിടെ ഇല്ലല്ലോ. അത് പറയുന്ന സമയത്തിന് കമലമ്മ അങ്ങോട്ടേക്ക് ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. രഹസ്യമായി ഇതെല്ലാം കേട്ട കമലമ്മ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, അല്ല, അവൾക്ക് പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? നിനക്ക് ജോലിക്ക് പോയാൽ പോരായിരുന്നോ? ഇവിടെ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് നിനക്ക് നേരെ ജോലിക്ക് പോയാൽ കൂടായിരുന്നോ? അവളെ എങ്ങനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്ന് കമലമ്മ ദേഷ്യത്തോട് ചോദിച്ചപ്പോൾ മനു ഒട്ടും വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞു, അത് പിന്നെ അങ്കിൾ എന്നെ വിളിച്ച് കുറച്ച് മെഡിസിൻസൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പോയതാ. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, എനിക്ക് അലീനയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ കാണാനായിട്ട് പോയത്. അതിനിപ്പോൾ എന്താ ഇത്ര വലിയ പ്രശ്നം? ഇവിടെ ആർക്കെങ്കിലും അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനു തിരിച്ചു ചോദിച്ചു. അന്നേരം കമലമ്മക്ക് ദേഷ്യം അങ്ങ് അടക്കാനായില്ല. ഉണ്ടടാ, എനിക്ക് നല്ല പ്രശ്നമുണ്ട്. നിനക്ക് നാണമില്ലേടാ കണ്ട വേലക്കാരിയുടെയും ഹോംലേഴ്സിൻ്റെയും ഒക്കെ പുറകെ പോയിട്ട് ഇങ്ങനെ അവളെ പരിചരിച്ച് നടക്കാനൊക്കെ? നിന്റെ സ്വന്തം അനിയനല്ലടാ അവിടെ ജയിലിൽ പോയി കിടക്കുന്നത്. അവനെ ഒന്ന് പോയി കാണാനോ അവൻ്റെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാനോ നിനക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ലല്ലോ. എന്നിട്ടിപ്പോൾ നീ അവളെ പരിചരിക്കാൻ പോയിരിക്കുന്നത് നിനക്കെന്താ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കമലമ്മ ആഞ്ഞടിച്ചു. ഇതെല്ലാം കേട്ട മനുവിന് ഒട്ടും നിന്നെങ്കിൽ പിടിച്ചില്ല. അവൻ പറയുന്നുണ്ട്, അമ്മേ, ഇപ്പം അലീനക്ക് അസുഖം വന്നത് അവൾ ആരെയും ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ റേപ്പ് ചെയ്തിട്ടോ ഒന്നുമല്ലല്ലോ. അവൾക്ക് അസുഖം വന്നത് അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ആ ജയിലിൽ കിടക്കുന്നതിനെ രക്ഷിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അവന് വേണ്ടി ഞാൻ കൂട്ടുനിൽക്കത്തുമില്ല. അവൻ തെറ്റൊന്നും ചെയ്തിട്ടെങ്കിൽ അവൻ തന്നെ പുറത്തിറങ്ങി വന്നോളും. ഇവിടെ നിയമങ്ങളുണ്ട്, കോടതിയുണ്ട്, ഇതെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇവിടുത്തെ വലിയ ജഡ്ജിയാണോ അതോ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണോ എന്നൊക്കെ ചോദിക്കാണ് മനു. ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്നെ കൈക്ക് പിടിച്ച് ഇങ്ങോട്ടേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾ ഇതൊക്കെ എന്താ ഈ പറയുന്നത്? അമ്മ ഈ ലോകത്തൊന്നല്ല ജീവിക്കുന്നത്. പഠിച്ച പണി 18 നോക്കിയിട്ട് അച്ഛൻ കയറാത്ത ഓഫീസില്ല. എന്നിട്ടും അവനെ പുറത്തിറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അവൻ്റെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അവൻ ആ പാവം പെൺകുട്ടിയെ ദ്രോഹിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പിന്നെ എങ്ങനെയെങ്കിലും അവന് ജാമ്യം കിട്ടുകയാണെങ്കിൽ തന്നെ ഇറക്കിക്കൊണ്ടുവരാം. അല്ലാതെ എനിക്ക് എപ്പോഴും ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് തന്നെ മനു തീർത്തും പറഞ്ഞു. പിന്നെ അലീനയുടെ കാര്യം ഇതും തമ്മിൽ കൂട്ടിക്കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അവൾ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ്. ചിലപ്പോൾ ഞാൻ അവളെ കല്യാണം കഴിച്ചു എന്ന് വരും. എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. ചിലപ്പോൾ അത് പ്രേമവുമായിരിക്കാം. അതിനിപ്പോൾ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ പ്രായപൂർത്തിയായ ഒരാളാണ്. അതുപോലെ തന്നെ അലീനയും പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ വിവാഹം കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ കഴിച്ചിരിക്കും. അന്നേരം ഞാൻ അവിടെ പോയിട്ട് അവളെന്ന് പരിചരിച്ചു എന്ന് കരുതിയിട്ട് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ, ആകാശം വിഴിഞ്ഞു വീഴുമോ അതോ ഭൂമി പിളർന്നങ്ങ് താഴേക്ക് വീഴുമോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് മനു നേരെ വീടിൻ്റെ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്തിന് കമല നേരെ ശിവശങ്കറിനോട് ചോദിച്ചു, നിങ്ങളുടെ മകൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഇങ്ങനെയാണോ അവൻ ചെയ്യേണ്ടത്? അവന് യാതൊരുവിധ അനുസരണയുമില്ല. നമുക്ക് അവൻ ഒരു വിലയും തരുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരം ശിവശങ്കര മേനോൻ പറഞ്ഞു, മക്കൾ നമുക്ക് വില തരണമെങ്കിൽ നമ്മളും കുറച്ചൊക്കെ വില കാണിക്കലും കമലേ. അവൻ നമ്മളെ വില കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇതെല്ലാം കേട്ട കമലമ്മക്കാകെ ദേഷ്യം വന്നു. എങ്കിൽ നിങ്ങൾ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ ആ അലീനയുടെ കൂടെ തന്നെ നിൽക്ക്. അവൾ എല്ലാവർക്കും എന്തോ കൈവശം അരിച്ചു കലക്കി കൊടുത്തു വെച്ചേക്കുമല്ലേ. ഇതൊന്നും എൻ്റെ അടുത്ത് ചിലവാകാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കമല തുള്ളിച്ചാടി അവിടെ നിന്ന് പോവാണ്. ശിവശങ്കര മേനോൻ ഇതൊക്കെ കേട്ടിട്ട് ചെകുത്താനും കടലിൽ നടുക്കപ്പെട്ടു എന്നൊരവസ്ഥയിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് മനു മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് കൊണ്ട് തന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല, നീ എറണാകുളത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്താണ് നീ പോവാഞ്ഞത്? അന്നേരം മനു പറഞ്ഞു, എൻ്റെ പൊന്നു മുത്തശ്ശി, ഞാൻ ഇന്ന് പോവേണ്ടാന്ന് വെച്ചു. മുത്തശ്ശി ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ അലീനക്ക് ചുട്ടു പൊള്ളുന്ന പനിയാ. അപ്പോൾ പിന്നെ എന്നെ അങ്കിൾ വിളിച്ചിരുന്നു ചെറിയൊരു സഹായം ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി അവൾക്ക് കുറച്ച് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറയും.
ഇത് കേട്ട മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ വെറുതെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി മാത്രം പോയതാണോ അതോ അവളെ കാണാൻ വേണ്ടി കൂടി പോയതാണോ എന്ന് ചോദിക്കും. നീ ഇങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് എന്താ അത് മനസ്സിലായോ? എൻ്റെ അമ്മക്കും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അമ്മ അമ്പിനും വില്ലിനും അടുക്കുന്ന ലക്ഷണമേ ഇല്ല. മുത്തശ്ശിക്ക് എന്താ തോന്നുന്നത്? ഞാൻ അവളെ അങ്ങ് കല്യാണം കഴിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ലേ എന്ന് മനു ചോദിച്ചപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല, അവൾക്ക് എന്താ ഒരു കുറവ്? അവളെ വിവാഹം കഴിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. നീ എപ്പോഴും കാട് കയറി ഓരോന്നും പറയും. കഴിഞ്ഞ ദിവസം നീ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഓരോന്ന് പറഞ്ഞ് നീ എൻ്റെ വായടപ്പിച്ചില്ലേ? അതുകൊണ്ട് ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കത്തില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു. അന്നേരം മനു പറയുന്നത്, വേണ്ട മുത്തശ്ശി, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാണ്ട. ഇതിനുള്ള യോഗ്യത മുത്തശ്ശിക്കില്ല എന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നത്, മതി മോനെ, കൂടുതലൊന്നും സംസാരിക്കേണ്ട. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എന്നോട് ഈ പഴങ്കഥയൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. പിന്നെ നിനക്ക് വൈജയന്തിയെ നല്ല ബുദ്ധിയും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നീ അതൊന്ന് ചെയ്തു കൊടുക്കാൻ പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അമ്മയുടെ മോൾക്ക് നല്ല ബുദ്ധി ഉപദേശിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയിരിക്കും. അവർക്കൊരിക്കലും നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ഇങ്ങോട്ടേക്ക് നമ്മളെങ്ങ് കടിച്ചു തിന്നാൻ വരുമെന്നല്ലാതെ വൈജയന്തിക്ക് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ ഭവിതയും രോഹിതൊക്കെ അലീനോട് എന്ത് സ്നേഹമാണെന്ന് മുത്തശ്ശിക്കറിയാമോ? ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ശരിക്കും അത്ഭുതമായി. അല്ല, രോഹിതും ഭവിതയും അലീനയും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ മനു പറഞ്ഞു, എന്ത് പ്രശ്നം? അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല മുത്തശ്ശി. രോഹിത് ശരിക്കും അങ്ങ് മാറ്റിയെടുത്തതൊക്കെ അലീനയാണ്. അവൻ ആദ്യം ആരോടും മിണ്ടില്ലായിരുന്നു. ആ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. വല്ലാത്തൊരു ഭീകരാവസ്ഥയിലായിരുന്നു. ഇപ്പം അവന് ഒരുപാട് മാറ്റം വന്നു. അവൻ്റെ മുടി വെട്ടിക്കൊടുത്തിട്ടും അവനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഊരു ചുറ്റി കാണിച്ചിട്ടൊക്കെ എല്ലാം അവനെ മാറ്റിയെടുത്തതൊക്കെ അലീനയാണ്. അതുപോലെ തന്നെ ബബിതയെ കോളേജിൽ കൊണ്ടുപോയാക്കിയതും അലീനയാണ്. അവർക്കെല്ലാവർക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അലീനയ്ക്ക് ചെറിയൊരു പനി വന്നപ്പോൾ തന്നെ അവളെ പൊന്നു പോലെയാണ് അവരെല്ലാവരും ചേർന്ന് പരിചരിക്കുന്നത്. അവളെ കട്ടിൽ നിന്നും എഴുന്നേക്കാനോ അനങ്ങാനോ ഒന്നും തന്നെ അവരാരും സമ്മതിക്കില്ല. എന്തിനും ഏതിനും ആ നിമിഷം രോഹിത് അങ്ങോട്ടേക്ക് ഓടിയെത്തും. പിന്നെ ബബിതയും കൃഷ്ണമോളും ഇന്ന് അവിടെ നിന്നും പുറത്തു പോയപ്പോൾ അവിടെ ആരാ ഉണ്ടായിരുന്നത്? ബാലചന്ദ്രൻ അങ്കിൾ കടയിലേക്ക് പോയി. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് രോഹിത് മാത്രമായിരുന്നു. രോഹിത് ഫുൾ ടൈം അലീനയെ നോക്കി പരിചരിച്ചു അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന് മുത്തശ്ശിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നത്, അല്ല, ഇതൊക്കെ കണ്ടുകൊണ്ട് വൈജയന്തി ഇതെങ്ങനെ സഹിക്കുന്നു? അവൾ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ ആൻറ്റി ഇതെല്ലാം കണ്ണ് തുറന്ന് കാണുന്നത്. പക്ഷേ കണ്ടിട്ട് എന്താ കാര്യം? മക്കൾ കൈവിട്ടു പോയില്ലേ? ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനു പറഞ്ഞു. സ്നേഹിക്കേണ്ട രീതി സ്നേഹിച്ചാൽ ആരായാലും അതുപോലെ തന്നെയാണ് അലീന അവരെ സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്നത്. സ്വന്തം കൂടപ്പിറപ്പല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വന്തം കൂടപ്പിറപ്പോ എന്ന് മുത്തശ്ശി സംശയിച്ചുകൊണ്ട് ചോദിച്ചു. ബാലചന്ദ്രൻ അങ്കിളുടെ മോളല്ലേ, അപ്പോൾ പിന്നെ സ്വന്തം കൂടപ്പിറപ്പില്ലേ എന്ന് മനു തിരുത്തി. മുത്തശ്ശി പറയുന്നത്, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. ബാലചന്ദ്രൻ അങ്ങനെ വല്ല അബദ്ധം പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മോനെ. അവൻ പഠിക്കുന്ന കാലം മുതലേ വൈജ എന്ന് പറഞ്ഞ് അവളുടെ പുറകെ നടക്കുമല്ലേ. പിന്നെ അവന് വേറൊരു ബന്ധമുണ്ടാവുമെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ അവളെ എവിടെ നിർത്താൻ വേണ്ടിയില്ല. ബാലചന്ദ്രൻ്റെ വെറും ഒരു അടവ് മാത്രമാണിത്. അല്ലാതെ അലീനയുടെ അമ്മയായിട്ടൊന്നും ബാലചന്ദ്രന് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരിക്കില്ല. അവൻ അങ്ങനെ ഒരു മോശമാളല്ല എന്ന് മുത്തശ്ശി തറപ്പിച്ചു പറഞ്ഞു. ഇതൊക്കെ മുത്തശ്ശിക്കറിയാമല്ലേ? പക്ഷേ മുത്തശ്ശിയുടെ സ്വന്തം മകളെക്കുറിച്ച് എന്താ പറയാനുള്ളത് എന്ന് മനു ചോദിച്ചപ്പോൾ, എൻ്റെ പൊന്നു മനു, നീ ഒന്ന് നിർത്ത്. നീ എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്ന് മുത്തശ്ശി പറഞ്ഞു. ശരി, ഞാൻ ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു മനു എഴുന്നേറ്റ് പോവാണ്. ഇതേ സമയത്തന്നെ അലീനയെ എല്ലാവരും ചേർന്നിങ്ങനെ പരിചരിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സമാധാനം കിട്ടുന്നില്ല വൈജയന്തിക്ക്. കൃഷ്ണമോളെ, രോഹിത്തിനെയും ബബിതയൊക്കെ വലിച്ചു കീറാനുള്ള അത്രമാത്രം ദേഷ്യമാണ് വൈജയന്തിക്ക്. അലീന അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇങ്ങനെ കെയർ ചെയ്യേണ്ട യാതൊരുവിധ കാര്യമില്ല. എനിക്ക് സാധാരണ പനിയല്ല, ഇങ്ങനെയൊക്കെ പനി വരാറുള്ളതാണ്. അപ്പോൾ പിന്നെ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് എനിക്കിങ്ങനെ മാറാനാണ് പതിവ്. ഹോസ്പിറ്റലൊന്നും പോവാറൊന്നുമില്ല. പക്ഷേ രോഹിത്തും ബബിതയും കൃഷ്ണമോളും അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ഇവിടെ നിന്നും അലീന ചേച്ചി അനങ്ങി പോവരുത്, 2 ആഴ്ച റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ജോലികളൊക്കെ ഞങ്ങൾ ചെയ്തോളാമെന്നൊക്കെ പറയാണ് അവർ. അടുക്കളയിൽ അങ്ങനെ 3 പേരും കൂടിയിട്ടാണ് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് വൈജയന്തിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവർ നേരെ കിച്ചണിലേക്ക് ചെന്നു. അവിടെ ബബിത ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടു. കൃഷ്ണമോള് സഹായിക്കുന്നുണ്ട്. രോഹിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. നിങ്ങളിവിടെ എന്ത് പരിപാടിയായി കാണിക്കുന്നത് എന്ന് വൈജയന്തി ചോദിക്കുന്ന സമയത്തിൻ്റെ ഫുഡ് ഉണ്ടാക്കുകയാണെന്ന് അവർ പറഞ്ഞു. അല്ല, ഫുഡ് ഉണ്ടാക്കാനായിട്ടല്ലേ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്? ഇവിടെ ഫുഡ് ഉണ്ടാക്കേണ്ടത് അവളല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വൈജയന്തി ചോദിച്ചു. ആ സമയത്തിന് അലീന ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡാണോ അമ്മക്കിഷ്ടം, അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കും. ആ സമയത്തിന് വൈജയ പറയുന്നുണ്ട്, അവൾ ഉണ്ടാക്കുന്ന ഫുഡ് ആരാ ഇവിടെ കഴിക്കുന്നത്? ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടല്ലേ കഴിക്കാറുള്ളത്. ഒന്നും അവൾ ഉണ്ടാക്കുന്നത് കഴിക്കുന്നതിന് ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ പറയുന്നത് അവളെ ഇവിടെ നിന്ന് അടുക്കള പണി ചെയ്യിപ്പിക്കാനുള്ളത് നിങ്ങൾ ചെയ്തിട്ട് അവളെ ഇങ്ങനെ മഹാറാണിയായിട്ട് ഇവിടെ ഇരുത്തരുത് എന്നാണ്.
നിനക്കൊക്കെ എന്തിൻ്റെ കേടാടേ? ഞാൻ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടന്ന സമയത്തിന് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒരു പൂച്ചക്കുട്ടി പോലും ഇവിടെ ഇല്ലായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ മകളാണെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നോ? രോഹിത്തോ, നീ എങ്കിലും എന്നെ ഒന്ന് അന്വേഷിക്കാൻ വന്നോ എന്നൊക്കെ വൈജയന്തി ചോദിക്കുന്ന സമയത്തിന് രോഹിത്ത് കൊടുത്ത മറുപടി അടിപൊളിയായിരുന്നു. അല്ല, അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ അന്വേഷിക്കാൻ വരാത്തത് കൊണ്ടാണോ അമ്മ എനിക്ക് വയ്യാതെ കിടന്നപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കാത്തത്? ഞാൻ വയ്യാതെ ഛർദ്ദിച്ച് കിടന്നപ്പോൾ അമ്മയല്ലേ എന്നെ നോക്കേണ്ടിയിരുന്നത്? പക്ഷേ എന്നെ നോക്കിയത് അലീന ചേച്ചിയാണ്. ആ പരിഗണന ഞാൻ ഏതായാലും അലീന ചേച്ചിക്ക് കൊടുക്കും. പിന്നെ അലീന ചേച്ചിയെ കുറ്റം പറയാൻ മാത്രം അമ്മയുടെ നാക്ക് പൊങ്ങത്തുള്ളൂ. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അമ്മയുടെ മകളെ ആരാ നോക്കിയത് അറിയാമോ? അതും ഈ അലീന ചേച്ചി തന്നെയാണ്. അലീന ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുകയെന്നറിയാമോ? ഞങ്ങൾ ഇവിടെ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയതല്ലേ കമലടുത്തെയും ശിവനാങ്കളൊക്കെ. അവർ ബന്ധുക്കളാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അമ്മയുടെ സ്വന്തം ആങ്ങളെയും ആങ്ങളയുടെ ഭാര്യയൊക്കെ. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് നമുക്കറിയാമോ? അതൊന്നും പറഞ്ഞാൽ അമ്മക്ക് മനസ്സിലാവില്ല. സ്വന്തം വീട്ടിൽ കിട്ടുന്ന സുഖം വേറെ എവിടെ ചെന്നാലും കിട്ടില്ല എന്നൊക്കെ മനസ്സിലായി. പക്ഷേ സ്വന്തമായിട്ട് വീടില്ലാഞ്ഞിട്ടും അലീന ചേച്ചി ഞങ്ങളെയൊക്കെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് നോക്കുന്നത്. ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞാണ് ചെയ്തു തരുന്നത്. അപ്പോൾ പിന്നെ ആ ചേച്ചിയല്ലാതെ ഞങ്ങൾ ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് രോഹിത് ചോദിച്ചപ്പോൾ വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നു. വൈജയന്തി പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. അവൾ നിങ്ങളെ മുഴുവൻ മാറ്റിയെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം എന്തോ കൈവശം തന്നത് തന്നെയാണ്. അവളെ ഇനി ഏതായാലും ഞാൻ അധികകാലം ഇവിടെ വെച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല. ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു. രോഹിത് തീർത്തും പറഞ്ഞു, അമ്മ ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അമ്മ നിൽക്കണ്ട. അമ്മക്ക് പോകണമെങ്കിൽ അമ്മക്ക് പോവാം. പക്ഷേ അലീന ചേച്ചി ഇവിടെ നിന്നും പറഞ്ഞു വിട്ടിട്ടാണ് അമ്മ ഇവിടെ നിൽക്കുന്നത് എങ്കിൽ അത് ഞങ്ങൾ സമ്മതിച്ചു തരില്ല. അലീന ചേച്ചി എന്നും ഇവിടെ കാണും, ഞങ്ങളുടെ കൂടെ തന്നെ കാണും, അത് ഉറപ്പാണ്. അവൾ എൻ്റെയും ഭവിതയുടെയും കൃഷ്ണമോളുടെയും ഒക്കെ സ്വന്തം ചേച്ചിയാണ്. അവൻ എന്നും ഇവിടെ കാണുമെന്ന് തന്നെ രോഹിത് കടുപ്പിച്ചങ്ങ് പറയുന്ന സമയത്തിന് വൈജയന്തിക്ക് ശരിക്കും അങ്ങ് ഉത്തരമില്ലാതായി പോയി. രോഹിത്തിൻ്റെ ഈ ഒരു മാറ്റം കണ്ടിട്ട് അവൾക്ക് തീരെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. ഭവിതയും കൃഷ്ണമോളും കൂടി വൈജയന്തിയെ ശരിക്കും അങ്ങ് വറുത്തെടുക്കുകയാണ്. അങ്ങനെ വൈജയന്തിക്ക് ഇതെല്ലാം കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ വൈജയന്തിക്ക് പിന്നീട് അലീനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും അടിച്ചു പുറത്താക്കണമെന്നൊരൊറ്റ തീരുമാനം മാത്രമായിരിക്കും. അങ്ങനെ അലീനെ അവിടെ നിന്ന് ബാലചന്ദ്രൻ്റെ സഹായത്തോടു കൂടി തന്നെ വൈജയന്തി പുറത്താക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അതിനുശേഷമുള്ള എപ്പിസോഡൊക്കെ ഈ വീഡിയോൻ്റെ തൊട്ട് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.